അമേരിക്കൻ വിദേശ നയത്തിലും ഏഷ്യ പസഫിക് മേഖലയിലെ പ്രതിരോധ സമവാക്യങ്ങളിലും വൻ ആഘാതം സൃഷ്ടിച്ചുകൊണ്ട് ദക്ഷിണ കൊറിയയുമായുള്ള സംയുക്ത സൈനിക പരിശീലനങ്ങൾ കുത്തനെ വെട്ടിച്ചുരുക്കാൻ വാഷിംഗ്ടൺ ഉത്തരവിട്ടിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ തീരുമാനം പെന്റഗണിനെയും സഖ്യരാജ്യങ്ങളിലെയും ഒരുപോലെ ഞെട്ടിച്ചിട്ടുണ്ട്. പെങ്യാങ്ങിനെ ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള സൈനിക നീക്കങ്ങളിൽ തനിക്ക് താൽപര്യമില്ലെന്നാണ് വൈറ്റ് ഹൌസ് നൽകുന്ന വിശദീകരണം. ദക്ഷിണ കൊറിയയുമായി ചേർന്ന് വർഷങ്ങളായി നടത്തിവരുന്ന ഇത്തരം വൻകിട സൈനിക അഭ്യാസങ്ങൾ ഉത്തര കൊറിയയോട് കാണിക്കുന്ന അനാവശ്യ ശത്രുതയാണെന്ന് ട്രംപ് പരസ്യമായി പ്രസ്താവിച്ചു. മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം പ്രകോപനപരമായ അഭ്യാസങ്ങൾ നടത്തുന്നത് ഉചിതമല്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ട്രംപിന്റെ ഈ നിലപാട് വർഷങ്ങളായി തുടരുന്ന US ദക്ഷിണ കൊറിയൻ സൈനിക സഖ്യത്തിന്റെ ഭാവിയിൽ വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നു. വാർഷിക സൈനിക പരിശീലനമായ ഉൾച്ചി ഫ്രീഡം ഷീൽഡ് ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു വൻ പിന്മാറ്റ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. എന്നാൽ തങ്ങളുടെ ദേശീയ സുരക്ഷയെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം തന്നെ സൈനിക അഭ്യാസങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് വാഷിംഗ്ടണും സിയോളും തമ്മിലുള്ള നയതന്ത്ര ഭിന്നത പരസ്യമാക്കുന്ന ഒന്നായി മാറി. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായി തനിക്കുള്ള വ്യക്തിപരമായ നല്ല ബന്ധവും മുൻപ് നടത്തിയ ആണവ ചർച്ചകളുമാണ് ട്രംപ് തന്റെ തീരുമാനത്തിന് ന്യായീകരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. കിം ജോങ് ഉന്നുമായുള്ള വ്യക്തിബന്ധം വീണ്ടെടുക്കാനും നിർത്തിവെച്ച നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കാനുമാണ് ട്രംപ് ശ്രമിക്കുന്നത്. എന്നാൽ ഈ ശ്രമം സഖ്യരാജ്യമായ ദക്ഷിണ കൊറിയയുടെ സുരക്ഷാ ആശങ്കകളെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണെന്നുള്ള വിമർശനം ശക്തമാണ്. നിലവിൽ 28,500-ലധികം അമേരിക്കൻ സൈനികരാണ് ദക്ഷിണ കൊറിയയിൽ താവളമടിച്ചിരിക്കുന്നത്. ഉത്തര കൊറിയയും ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഏത് സൈനിക നീക്കത്തെയും ചെറുക്കും എന്നതായിരുന്നു ഈ വിന്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നിർത്തലാക്കുകയോ വെട്ടിച്ചുരുക്കുകയോ ചെയ്യുന്നത് ഈ സൈനികരുടെ പോരാട്ട വീര്യത്തെയും അടിയന്തര സജ്ജീകരണങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് സൈനിക വിദഗ്ധർ താക്കീത് നൽകുന്നു. പെന്റഗണിന്റെയും അമേരിക്കൻ പ്രതിരോധ വകുപ്പിലെയും ഉയർന്ന ഉദ്യോഗസ്ഥരിൽ പലർക്കും ട്രംപിന്റെ ഈ തീരുമാനത്തോട് യോജിപ്പില്ല. തുടർച്ചയായ പരിശീലനങ്ങളിലൂടെ മാത്രമേ രണ്ട് രാജ്യങ്ങളുടെയും സൈനികർക്ക് കൃത്യമായ ഏകോപനത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കൂ. സൈനിക പരിശീലനങ്ങൾ ഇല്ലാതാകുന്നതോടെ മേഖലയിലെ അമേരിക്കൻ സൈനിക ശേഷിയുടെ ആഘാതം കുറയുമെന്നും ആശങ്ക ഉയരുന്നുണ്ട്. ഉത്തര കൊറിയ നിരന്തരമായി ആധുനിക ബാലിസ്റ്റിക് മിസൈലുകളും ആണവായുധങ്ങളും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ട്രംപ് എടുത്ത തീരുമാനം ദക്ഷിണ കൊറിയൻ ജനതയ്ക്കുള്ളിൽ വലിയ ഭീതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ അമേരിക്കയെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ലെന്ന വികാരം സിയോളിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ശക്തമാകുന്നുണ്ട്. ട്രംപിന്റെ ഈ മൃദു സമീപനം കിം ജോങ് ഉന്നിന് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ മേൽക്കൈ നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. യാതൊരു ആണവ നിരോധന ഉറപ്പുകളും നൽകാതെ തന്നെ അമേരിക്കയെ കൊണ്ട് സൈനിക നീക്കങ്ങളിൽ നിന്ന് പിന്മാറ്റാൻ സാധിച്ചു എന്നത് ഉത്തര കൊറിയൻ ഭരണകൂടത്തിന്റെ വലിയ രാഷ്ട്രീയ വിജയമായി മാറും. ഇത് ഏഷ്യയിലെ മറ്റു സഖ്യരാഷ്ട്രങ്ങൾക്കിടയിലും ആശങ്ക പടർത്തുന്നുണ്ട്. ചൈനയുടെയും റഷ്യയുടെയും വർദ്ധിച്ചുവരുന്ന പ്രാദേശിക സ്വാധീനത്തെ പ്രതിരോധിക്കാൻ അമേരിക്ക ശ്രമിക്കുന്ന സമയത്താണ് ട്രംപ് ഇത്തരമൊരു പിന്മാറ്റം നടത്തുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ദക്ഷിണ കൊറിയയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം ദുർബലപ്പെടുത്തുന്നത് കിഴക്കൻ ഏഷ്യയിൽ തങ്ങളുടെ ആധിപത്യം വർദ്ധിപ്പിക്കാൻ ചൈനയ്ക്ക് കൂടുതൽ അവസരം നൽകിയേക്കാം. അമേരിക്കൻ സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കുക എന്ന ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ ഭാഗം കൂടിയാണ് ഈ നീക്കമെന്നും കരുതപ്പെടുന്നു. ദക്ഷിണ കൊറിയയിലെ സൈനിക വിന്യാസത്തിന്റെയും പരിശീലനങ്ങൾക്കുമായി വൻ തുക ചെലവാക്കുന്നുണ്ടെന്നും ദക്ഷിണ കൊറിയ ഇതിന്റെ തുക വൻതോതിൽ വർദ്ധിച്ചു നൽകണമെന്നും ട്രംപ് മുൻപും ആവശ്യപ്പെട്ടിരുന്നു. പണം നൽകിയില്ലെങ്കിൽ സൈന്യത്തെ തിരികെ വിളിക്കുമെന്ന ഭീഷണിയുടെ തുടർച്ചയായും ഇതിനെ കാണാം.